ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടാക്സ് ലയബിലിറ്റി. അതായത് മുന്നേ നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചത് എന്തൊക്കെയാണ് ഇൻകം ടാക്സ്, അതെങ്ങനെയൊക്കെയാണ് ടാക്സബിൾ ആവുന്നത്, അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു റെസിഡൻറ്റിൻ്റെ മുകളിൽ അതേപോലെ തന്നെ ടാക്സ് ഇൻകം കണക്കാക്കുന്നതിന് നമ്മൾ എന്തൊക്കെയാണ് സോഴ്സുകൾ എന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കുന്നത് ഓരോ വ്യക്തിക്കും ആ ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറയും, അല്ലെങ്കിൽ ആ ബേർഡൻ, ടാക്സ് കൊടുക്കാനുള്ള ആ ബേർഡൻ വരുന്നത് എങ്ങനെയാണ്, അതിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ മുകളിലാണ് ഒരാൾക്ക് ടാക്സ് ലയബിൾ ആവുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് the incidence of tax or tax liability of a person depends upon the residential status of the person. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഒരു വ്യക്തി ടാക്സ് കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, അവര് റെസിഡന്റ് ആണോ അല്ലേ എന്നുള്ളതിൻ്റെ ബേസാണ്. അതായത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ബേസിസിലാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. സെക്ഷൻ 5 അത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്താ നോക്കാം. The residential status of an assessee is determined with a reference to the residence in India during the previous year. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അസസ്മെന്റ് ഇയറും പ്രീവിയസ് ഇയർ ആണ്. അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വർഷം ഏപ്രിൽ 2024 മുതൽ 31 മാർച്ച് 2025 വരെയുള്ള വർഷത്തിനെയാണ് നമ്മൾ അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ പ്രത്യേകത, ഈ അസസ്മെന്റ് ഇയറിലാണ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഇൻകം നമ്മൾ കണക്കാക്കുന്നത്. അതാണ് നമ്മുടെ റെലവെൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് പീരീഡ് എന്ന് പറയുന്നത്. എന്താണ്, കഴിഞ്ഞ വർഷമാണ്. അതായത് 1 ഏപ്രിൽ 2023 മുതൽ 31 മാർച്ച് 2024 വരെയുള്ള കാലയളവാണ് നമ്മുടെ റെലവെൻ്റ് പ്രീവിയസ് ഇയർ. ഈ കാലയളവിൽ നമ്മൾ നേടിയ ഇൻകത്തിൻ്റെ മുകളിൽ അസസ് ചെയ്യുന്നത് എപ്പോഴാണ്, ഈ 1 ഏപ്രിൽ മുതലാണ് അസസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും മാറിപ്പോകാതിരിക്കുക. ആ പ്രീവിയസ് ഇയറിൽ ഒരാൾ എത്ര കാലം ഇന്ത്യയിൽ നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ എത്രത്തോളം ദിവസങ്ങൾ ഇൻകം ടാക്സ് കൊടുക്കുന്ന പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രീവിയസ് ഇയറിൽ എത്രത്തോളം ഒരാൾ ഇന്ത്യയിൽ റിസൈഡ് ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ബേസിലാണ് ഒരാൾ റെസിഡൻ്റ് ആണോ അല്ലേ എന്നൊക്കെ തീരുമാനിക്കുന്നതും. അതിൻ്റെ ബേസിസിലാണ് അയാൾ ഇൻകം ടാക്സ് കൊടുക്കണോ വേണ്ടേ എന്നുള്ള കാര്യം നമ്മൾ തീരുമാനമെടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് അറിയാൻ പറ്റുക. അപ്പോൾ ഇവിടെ നോക്കുക, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് 3 തരത്തിലാണ് കണക്കാക്കുന്നത്. അതായത് നമ്മുടെ പുതിയ അസസ്മെന്റ് ഇയറിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അമെൻമെന്റ് ആണ് 21-22 അസസ്മെന്റ് ഇയറിൽ വന്നതാണ്. ഈ റെസിഡന്റ് ഇൻ ഇന്ത്യ. അപ്പോൾ ഒരാളുടെ സ്റ്റാറ്റസ് എങ്ങനെയാവാം, ഒന്നല്ലെങ്കിൽ അയാൾ പെർമനന്റ് ആയിട്ട് ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, അയാളാണ് റെസിഡന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസിൽ എ നോട്ട് ഓർഡിനറിലി റെസിഡന്റ്. ഇവിടെ എന്താണ്, റെസിഡന്റ് ആണ് പക്ഷെ ഓർഡിനറി റെസിഡന്റ് അല്ല. ഓക്കെ, മൂന്നാമത്തെ കേസിൽ പറയുന്നത് നോൺ റെസിഡന്റ്, അയാൾ റെസിഡന്റേ അല്ല. അങ്ങനെ 3 കേസാണ് നമുക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ അയാൾ റെസിഡന്റ് ആണ്, അല്ലെങ്കിൽ റെസിഡന്റ് ആണ് പക്ഷെ ഓർഡിനറി റെസിഡന്റ് അല്ല. മൂന്നാമത്തെ കേസിൽ അയാൾ നോൺ റെസിഡന്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി the residential status of an individual assessee is determined on the basis of the following condition. ഇനി ഈ പറഞ്ഞിരിക്കുന്ന കേസിൽ ഒരാൾ റെസിഡന്റ് ആണോ, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ, നോൺ റെസിഡന്റ് ആണോ എന്ന് തീരുമാനിക്കാൻ നമ്മൾ ഈ ഒരു റൂള് അറിഞ്ഞേ മതിയാവുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളാണിത്. അപ്പോൾ ഇതെല്ലാവരും ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കുക. ഒരാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ബേസിക് കണ്ടീഷൻ. അതായത് ഇത് നിർബന്ധമായിട്ടും പാലിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ കണ്ടീഷൻ എന്ന് പറയുന്നത്? ആദ്യത്തെ കണ്ടീഷനിൽ പറയുന്നത് he is in India for a period or periods amounting in all to 182 days or more in the relevant previous year. ഒരാൾ റെസിഡന്റ് ആവണമെങ്കിൽ പ്രീവിയസ് ഇയറിൽ, അതായത് നമ്മളിപ്പോൾ ഉള്ളത് അസസ്മെന്റ് ഇയറിലാണ്, തൊട്ട് മുന്നത്തെ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ 182 ദിവസം അയാൾ ഉണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത്.
രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഹി ഈസ് ഇൻ ഇന്ത്യ ഫോർ 60 ഡേയ്സ് ഓർ മോർ ഡ്യൂറിംഗ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ ആൻഡ് ഹാസ് ബീൻ ഇന്ത്യ ഫോർ 365 ഡേയ്സ് ഓർ മോർ ഡ്യൂറിംഗ് 4 പ്രീവിയസ് ഇയേഴ്സ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. അപ്പോൾ അതിൽ ഒന്നുകൂടി പറയാൻ അതിലെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ആദ്യത്തേൽ എന്താണ്, റെലവൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടായിരിക്കുക, അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് വരുമ്പോൾ റെലവൻ്റ് പ്രീവിയസ് ഇയറിൽ 60 ദിവസമോ അതിൽ കൂടുതലോ, അതല്ലെങ്കിൽ ഉണ്ടാവുകയോ, അതല്ലെങ്കിൽ 4 പ്രീവിയസ് ഇയേഴ്സ്, റെലവൻറ്റ് പ്രീവിയസ് ഇയർ എന്താണോ അതിൻ്റെ മുന്നുള്ള 4 പ്രീവിയസ് ഇയേഴ്സിൽ ടോട്ടൽ 365 ഡേയ്സോ അതിലധികമോ ഉണ്ടായിരിക്കുക. ഇതാണ് ഈ രണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. ആദ്യത്തെ കണ്ടീഷനിൽ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഓർ മോർ ഉണ്ടാവുക. രണ്ടാമത്തെ കണ്ടീഷനിൽ പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ് ഉണ്ടായുള്ളൂ എന്ന് വിചാരിക്കുക. റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ് ഉണ്ടായിട്ടുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ, അതിന് തൊട്ട് മുന്നത്തെ ഒരു 4 വർഷം കൂടി കണക്കാക്കണം. അതിൽ 365 ഡേയ്സോ ഓർ മോർ ഉണ്ടായിരിക്കുക എന്നതാണ് ഈ ആദ്യത്തെ രണ്ട് ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന് കുറച്ച് എക്സെപ്ഷൻ പറയുന്നുണ്ട്. അതിൽ രണ്ട് കേസിലാണ് പറയുന്നത്. ഈ ഒരു 60 ഡേയ്സ് ഉണ്ടല്ലോ, പ്രീവിയസ് ഇയറിൽ ഈ ഒരു 60 ഡേയ്സ് ഉണ്ടാവുകയും 4 പ്രീവിയസ് ഇയേഴ്സിൽ 365 ഡേയ്സ് ഉണ്ടാവുക, ആ ഒരു കണ്ടീഷൻ ചെറിയൊരു എക്സെപ്ഷൻ പറയുന്നുണ്ട്. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ആവുക, അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിലെ എംപ്ലോയ്മെന്റ് പർപ്പസിന് വേണ്ടി ഔട്ട്സൈഡിലേക്ക് പോയിട്ടുണ്ടായിരിക്കുക. ഇങ്ങനത്തെ ഇതിലാണെങ്കിൽ ദ കണ്ടീഷൻ നമ്പർ 2 മെൻഷൻഡ് എബവ്, ഇതാണ് കണ്ടീഷൻ നമ്പർ 2 എന്ന് പറയുന്നത്. ഷാൽ നോട്ട് ബി അപ്ലിക്കബിൾ ഫോർ ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ ഇൻ വിച്ച് ഹി ലിവ്സ് ഇൻ ഇന്ത്യ. അവർക്ക് ഈ ഒരു 60 ഡേയ്സ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ അവർക്ക് ബാധകമല്ല, അതിന് എക്സെപ്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ നിന്ന് എംപ്ലോയ്മെന്റ് പർപ്പസിന് ഔട്ട്സൈഡിലേക്ക് പോവുകയും അവിടെ നമ്മൾ ഈ 60 ഡേയ്സിന് പകരം അവർക്ക് ബാധകം എത്രയാണ്, 182 ഡേയ്സ് ആയിരിക്കണം ഇവിടെ ഈ 60ക്ക് പകരം ഉണ്ടാവേണ്ടത്. ആദ്യത്തെ കേസിൽ പ്രീവിയസ് ഇയറിൽ 182 ഉണ്ടാവാം. രണ്ടാമത്തെ കേസിൽ പ്രീവിയസ് ഇയറിൽ 182 ഒന്നും വേണ്ട, 60 ഡേയ്സ് മതി. പക്ഷെ അങ്ങനെ 60 ഡേയ്സ് പ്രീവിയസ് ഇയറിൽ ഉള്ളൂ എങ്കിൽ അതിന് തൊട്ട് മുന്നത്തെ 4 പ്രീവിയസ് ഇയേഴ്സിൽ അവർ 365 ഡേയ്സ് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഈ കണ്ടീഷനാണ് എക്സെപ്ഷൻ പറയുന്നത്. ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇന്ത്യക്ക് പുറത്ത് കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ അവരില്ലെങ്കിൽ അവരുടെ ആ ഒരു 60 ഡേയ്സിന് പകരം അവർ മിനിമം 182 ഡേയ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ ആദ്യത്തെ കേസിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൽ തന്നെ രണ്ടാമത്തെ എക്സെപ്ഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ കേസിൽ പറഞ്ഞിരിക്കുന്നത് ഇൻ കേസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഹു ഈസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓർ ഹി ഈസ് എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, അതായത് ഇന്ത്യൻ സിറ്റിസണോ അല്ലെങ്കിൽ ഇന്ത്യൻ വംശജനോ ആണ്, പക്ഷെ അവർ ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ അവർ ചിലപ്പോൾ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അവരും എത്ര ദിവസം മിനിമം ഇന്ത്യയിൽ തങ്ങിയിട്ടുണ്ടാവണം, 182 ദിവസമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരിക്കുക. അവർക്കും ഇവിടെ 60 ഡേയ്സ് ബാധകമല്ല എന്നുള്ളതാണ് പറയുന്നത്. ആദ്യത്തെ കേസിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അവർ ഔട്ട്സൈഡിലേക്ക് പോവുകയും ആ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ അവർ എത്രയായിരിക്കണം വേണ്ടിയിരുന്നത്, 60ക്ക് പകരം 182 ഡേയ്സ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കേസിൽ ഇന്ത്യൻ സിറ്റിസണോ അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിനോ ആയ ഒരാളാണ്, പക്ഷെ വിദേശത്താണ് അയാൾ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ അയാൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രീവിയസ് ഇയറിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 182 ഡേയ്സ് എങ്കിലും അയാൾ ഇന്ത്യയിൽ തങ്ങിയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ആ രണ്ട് കേസിനുള്ള എക്സെപ്ഷൻ. ഈ രണ്ട് കേസ് ആണെങ്കിൽ അവിടെ 60 ഡേയ്സ് അല്ല കാൽക്കുലേറ്റ് ചെയ്യുക, നമ്മൾ 182 ഡേയ്സ് ആണ് നോക്കുക. ഇനി അടുത്ത കേസിൽ പറഞ്ഞിരിക്കുന്നത് ഇൻ കേസ് ഓഫ് സച്ച് പേഴ്സൺ ഹാവിങ് ടോട്ടൽ ഇൻകം. ഇനി ഇങ്ങനത്തെ കേസിൽ അവർക്ക് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് അതർ ദാൻ ഇൻകം ഫ്രം ഫോറിൻ സോഴ്സ് അല്ലാത്ത ബാക്കിയുള്ള ഇൻകം എക്സീഡിങ് 15 lakh ആ പ്രീവിയസ് ഇയറിൽ ഈ പറഞ്ഞ കേസിലുള്ള ആളുകൾക്ക് പ്രീവിയസ് ഇയറിൽ 15 ലക്ഷം രൂപയിലധികമാണ് അയാളുടെ ഇൻകം എങ്കിൽ, അതിൽ ഫോറിൻ ഇൻകം അല്ലാത്ത ഇൻകത്തിന്റെ കേസാണ് പറയുന്നത്, 15 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടാവുകയും ഹി ഷാൽ ബി ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 120 ഡേയ്സ് ഡ്യൂറിംഗ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ അയാൾ 120 ദിവസവും ഇന്ത്യയിൽ തങ്ങുകയാണെങ്കിൽ
in which he visits in India and 365 days during 4 years preceding the relevant previous year. അപ്പോൾ ഇതെല്ലാം കണ്ടീഷൻസ് ആണ്. ഈ നേരത്തെ പറഞ്ഞ കേസിൽ ഇന്ത്യൻ സിറ്റിസൺ, ഇന്ത്യൻ ഒറിജിൻ, പക്ഷെ ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്. അവർ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അവർ മിനിമം പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു കണ്ടീഷനിൽ പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ അവർക്ക് ഫോറിൻ ഇൻകം അല്ലാത്ത ഇൻകം 15 ലാഖിൽ കൂടുതലാവുകയും പ്രീവിയസ് ഇയറിൽ 15 ലാഖിന് മുകളിൽ ഉണ്ടാവുകയും ഇന്ത്യയിൽ 120 ദിവസം അവർ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ അവർക്കൊരു ഓപ്ഷൻ കൂടി കൊടുക്കുന്നുണ്ട്. അതിന് തൊട്ട് മുന്നത്തെ 4 പ്രിസീഡിങ് ഇയേഴ്സിൽ 365 ഡേയ്സ് എങ്കിലും ഉണ്ടായിരുന്നെങ്കിലും അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് റെസിഡൻ്റ് ആണെന്നുള്ള ലെവലിൽ നമുക്ക് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫോർ ദ പർപ്പസ് ഓഫ് സെക്ഷൻ 6 എബവ് ഇൻകം ഫ്രം ഫോറിൻ സോഴ്സ് മീൻസ് ഇൻകം വിച്ച് അക്രൂസ് ഓർ അറൈസ് ഔട്ട്സൈഡ് ഇന്ത്യ എക്സെപ്റ്റ് ഇൻകം ഡിറൈവ്ഡ് ഫ്രം എ ബിസിനസ് കൺട്രോൾഡ് ഇൻ ഓർ എ പ്രൊഫഷൻ ഓർ സെറ്റപ്പ് ഇൻ ഇന്ത്യ. ഇന്ത്യയുമായി ബന്ധം വേണമെന്നില്ല, അല്ലാത്ത ബാക്കിയുള്ളതെല്ലാം എന്താണ്, ഫോറിൻ സോഴ്സുകളാണ്. അപ്പോൾ അതാണ് അവിടെ അതർ ദാൻ ഫോറിൻ സോഴ്സ് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഇനി ഈ 2 ബേസിക് കണ്ടീഷൻ്റെ ഒപ്പം നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത് 2 ബേസിക് കണ്ടീഷൻ തന്നെയാണ്. പക്ഷെ ആ 2 ബേസിക് കണ്ടീഷനും അതിൽ രണ്ടാമത്തെ ബേസിക് കണ്ടീഷനുള്ള 2 കേസുകൾ എക്സെപ്ഷൻ മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ഒപ്പം തന്നെ 2 അഡീഷണൽ കണ്ടീഷൻസ് കൂടി പറയുന്നുണ്ട്. ഇതിനെയാണ് കാറ്റഗറി ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് 2 അഡീഷണൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത്? He has been resident in India for at least 2 out of 10 previous years preceding the relevant previous year. ഇനി ഈ നേരത്തെ പറഞ്ഞ 2 ബേസിക് കണ്ടീഷനും അതിൻ്റെ ഒപ്പം തന്നെ വരുന്ന അഡീഷണൽ കണ്ടീഷൻ ആയിട്ടുള്ള ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് റെലവൻറ്റ് പ്രീവിയസ് ഇയർ ഏതാണോ അതിന് തൊട്ട് മുന്നത്തെ 10 വർഷത്തിൽ 2 വർഷമെങ്കിലും അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുക. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് റെലവൻറ്റ് പ്രീവിയസ് ഇയറിൻ്റെ മുന്നുള്ള 7 വർഷത്തിൽ 730 ദിവസം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് എളുപ്പം നോക്കുകയാണെന്ന് വെച്ചാൽ 2 ബേസിക് കണ്ടീഷനിൽ ഫസ്റ്റ് 2 കണ്ടീഷൻ എന്താ, റെലവൻറ്റ് പ്രീവിയസ് ഇയറിന് തൊട്ടുമുള്ള 182 ഡേയ്സ്. രണ്ടാമത്തെ കേസ് എന്താണ്, റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ് ഉണ്ടായി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് അതിന് തൊട്ട് മുന്നേ വരുന്ന 4 വർഷത്തിൽ 365 ദിവസം ഉണ്ടായോ എന്നുള്ളതാണ് ആദ്യത്തെ 2 കണ്ടീഷനിൽ പറയുന്നത്. ഓക്കെ, ഇനി അഡീഷണൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 10ൽ 2 വർഷം, റെലവൻറ്റ് പ്രീവിയസ് ഇയർ എന്താണോ അതിന് തൊട്ട് മുന്നുള്ള 10 വർഷത്തിൽ 2 വർഷമോ, അല്ലെങ്കിൽ അടുത്ത കേസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, റെലവൻറ്റ് പ്രീവിയസ് ഇയറിൻ്റെ മുന്നുള്ള 7 പ്രീവിയസ് ഇയറിൽ 730 ദിവസമോ. ഇതാണ് രണ്ടാമത്തെ 2 അഡീഷണൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ 4 കണ്ടീഷൻ നമ്മളിവിടെ പഠിച്ചു. 2 ബേസിക് കണ്ടീഷനും 2 അഡീഷണൽ കണ്ടീഷൻസുമാണ് ഇവിടെ നമ്മൾ നോക്കിയത്. ഇനി ഈ കേസുകൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഒരാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അതിൽ ഡിറ്റർമിനേഷൻ ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ്റെ ബേസിൽ എങ്ങനെയാണ് ഒരാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണക്കാക്കുന്നത്. ഡിറ്റർമിനേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് വൺ, ഒരാൾ റെസിഡൻ്റ് ആവണമെങ്കിൽ ഇപ്പം നമ്മൾ 4 കണ്ടീഷൻസ് ഇവിടെ പറഞ്ഞു. 2 ബേസിക് കണ്ടീഷനും 2 അഡീഷണൽ കണ്ടീഷൻസും ആണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അതിൽ ഇനി ഒരാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, അതായത് റെസിഡൻ്റ് ആവണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. ആൻ ഇൻഡിവിജ്വൽ ഈസ് എ റെസിഡൻറ്റ് ഓർ ഓർഡിനറി റെസിഡൻറ്റ് ഇഫ് ഹി സാറ്റിസ്ഫൈ എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ. കാറ്റഗറി എയിൽ പറഞ്ഞിരിക്കുന്ന ബേസിക് കണ്ടീഷൻസ് 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുകയും ഒപ്പം തന്നെ 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അയാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസിഡൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ റെസിഡൻ്റ് ആവണമെങ്കിൽ ഏത് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം? കാറ്റഗറി എയിൽ പറഞ്ഞിരിക്കുന്ന ബേസിക് കണ്ടീഷനിലെ ഏതെങ്കിലും ഒരു കണ്ടീഷനും അതേപോലെ 2 അഡീഷണൽ കണ്ടീഷനും ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ അയാളെ റെസിഡൻ്റ് എന്ന് പറയാം. രണ്ടാമത്തെ കാറ്റഗറി ആയിരുന്നു നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് എന്ന് പറയുന്നത്. അയാൾ റെസിഡൻ്റ് ആണ് പക്ഷെ ഓർഡിനറി റെസിഡൻ്റ് അല്ല എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അത് ആ ഒരു കാറ്റഗറിയിൽ ഒരാൾ വരണമെങ്കിൽ ഹി ഹാസ് ബീൻ നോൺ റെസിഡൻറ്റ് ഇൻ 9 out of 10 previous years immediately preceding the relevant previous year. നമ്മുടെ നിലവിലുള്ള പ്രീവിയസ് ഇയർ എന്താണോ അതിന് തൊട്ട് മുന്നേ വരുന്ന 10 വർഷത്തിൽ
9 വർഷവും അയാൾ ഉണ്ടായിരിക്കുക. 10ൽ 9 വർഷവും അയാൾ എന്തായിരിക്കുക? ഹി ഹാസ് ബീൻ നോൺ റെസിഡൻറ്റ്. 9 വർഷവും നോൺ റെസിഡൻ്റ് ആയിരിക്കുക. അതേപോലെ തന്നെ അല്ലെങ്കിൽ ഹി ഹാസ് ഡ്യൂറിങ് 7 പ്രീവിയസ് ഇയറിൽ 729 ഡേയ്സ് അയാൾ മൊത്തത്തിൽ 729 ഡേയ്സോ അതിൽ കുറവോ അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുക. ഇനി അതും അല്ലെങ്കിൽ ഹീസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓർ എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഹാവിങ് ടോട്ടൽ ഇൻകം. നേരത്തെ പറഞ്ഞ അതേ കേസ് തന്നെ, ഫോറിൻ സോഴ്സ് അല്ലാത്ത ബാക്കിയുള്ള ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലാവുകയും പ്രീവിയസ് ഇയറിൽ അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുകയും ഏകദേശം എത്ര 120 ദിവസം ഇൻ ഓൾ ടു 120 ഡേയ്സ് ഓർ മോർ ബട്ട് ലെസ് ദാൻ 182 ഡേയ്സ്. 120 ദിവസമോ അതിൽ കൂടുതലോ എന്നാൽ 182 താഴെ അതിന് താഴെയുള്ള ദിവസങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുക. ഇങ്ങനത്തെ കേസിലാണ് ഒരാളെ നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് പറയുന്നത്. അപ്പം നോട്ട് ഓർഡിനറി റെസിഡന്റ് ആവണമെങ്കിൽ എന്തൊക്കെയാണ് പറയുന്നത്? നോട്ട് ഓർഡിനറി റെസിഡന്റ് ആവണമെങ്കിൽ എന്തായിരിക്കണം? ഫസ്റ്റ് കേസിൽ 10ൽ 9 വർഷവും അയാൾ എന്താണ്? നോൺ റെസിഡന്റ് ആയിരിക്കുക. രണ്ടാമത്തെ കേസിൽ പ്രീവിയസ് ഇയർ എന്താണോ അതിൻ്റെ തൊട്ട് മുന്നുള്ള 7ൽ 729 ദിവസമോ അതിൽ കുറവോ. ഇനി മൂന്നാമത്തെ കേസിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഒറിജിനോ ഇന്ത്യൻ സിറ്റീസണോ അവരുടെ ഫോറിൻ സോഴ്സ് അല്ലാത്ത ബാക്കിയുള്ള ഇൻകം 15 ലക്ഷത്തിൽ കൂടുകയും റെലവൻറ്റ് പ്രീവിയസ് പീരീഡിൽ അവർ 182 ഡേയ്സോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ എന്നാൽ മാക്സിമം വരെ 182 ഡേയ്സ് വരെയോ ഉള്ള ആളാണെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെയാണ് എന്ത് പറയുന്നത്? നോട്ട് ഓർഡിനറിലി റെസിഡന്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ അതിൽ തന്നെ ഡീംഡ് റെസിഡന്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് പറയുന്നുണ്ട്. ഡീംഡ് റെസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സെക്ഷൻ 6(1). എന്തൊക്കെയാണ്? ആൻ ഇൻഡിവിജ്വൽ ഹു ഈസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഹാവിംഗ് ടോട്ടൽ ഇൻകം അതർ ദാൻ ഇൻകം ഫ്രം ഫോറിൻ സോഴ്സ് എക്സീഡിംഗ് 15 lakh ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ he is not liable to pay tax in any other country or territory due to his domicile or residence or any other criteria of similar nature shall be deemed to be resident in India under section. അതായത് ആക്ച്വലി റെസിഡൻ്റ് അല്ല, പക്ഷെ അയാൾ എന്തായിട്ട് കണക്കാക്കുക? റെസിഡൻറ്റിനെ പോലെ അവിടെ കണക്കാക്കുക. അങ്ങനെ വരണമെങ്കിൽ എന്തായിരിക്കണം? നേരത്തെ പറഞ്ഞ ഇന്ത്യൻ സിറ്റീസണോ ഇന്ത്യൻ ഒറിജിനോ 15 lakhന് മുകളിൽ അയാൾക്ക് ഫോറിൻ ഇൻകം അല്ലാത്ത ഇൻകം ഉണ്ടായിരിക്കുക. ആൻഡ് ഹി ഈസ് നോട്ട് ലയബിൾ ടു പേ ടാക്സ് ഇൻ എനി അതർ കൺട്രി. വേറെ ഒരു രാജ്യത്തും അയാൾ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനും അല്ലാതിരിക്കുന്ന കേസിൽ അയാൾ എന്തായിട്ട് കണക്കാക്കാം? ഡീംഡ് ടു ബി റെസിഡൻ്റ് ആയിട്ട് കണക്കാക്കാം എന്നതാണ് പറയുന്നത്. ഡീംഡ് ടു ബി റെസിഡന്റ് എന്ന് പറഞ്ഞാൽ ആരെന്നെയാണ്? ഷാൽ ബി ട്രീറ്റഡ് ആസ് NOR, അതായത് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. മൂന്നാമത്തെ കാറ്റഗറിയാണ് നോൺ റെസിഡന്റ്. അപ്പോൾ റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ്, മൂന്നാമത്തെ കേസ് നോൺ റെസിഡന്റ്. നോൺ റെസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ. കാറ്റഗറി എയിൽ പറയുന്ന 2 കണ്ടീഷനും ഫുൾഫിൽ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. ആൻഡ് ഹി ഈസ് നോട്ട് ഡീംഡ് ടു ബി റെസിഡന്റ് ഇൻ ഇന്ത്യ ആസ് പെർ സെക്ഷൻ 6(1)(a). 6(1)(a) പ്രകാരവും അയാൾ എന്തല്ല? നോട്ട് ഡീംഡ് ടു ബി റെസിഡന്റ്. അങ്ങനെ ആ 2 കണ്ടീഷനും ആണെങ്കിൽ എന്താണ്? മൂന്നാമത്തെ കേസിലാണ് അയാൾ പെടുക, നോൺ റെസിഡന്റ് ആണ്. ഈ പറഞ്ഞ ഒരു കണ്ടീഷനും ഫുൾഫിൽ ചെയ്യുന്നില്ലെങ്കിൽ എന്താണ്? 2 ബേസിക് കണ്ടീഷൻ ഉണ്ടല്ലോ, അതിലത്തെ ഒന്നും കാറ്റഗറി എയിൽ പറയുന്ന ആ കാര്യങ്ങളൊന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. പിന്നെ 6ൽ തന്നെ സെക്ഷൻ 6(1)(a) പറയുന്ന ആ കാര്യങ്ങളും അതിൽ ഫുൾഫിൽ ചെയ്യുന്നില്ലെങ്കിൽ അയാൾ ആരായിട്ട് കണക്കാക്കുക? നോൺ റെസിഡന്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇതിൽ ഫോർ ഡിറ്റർമിനിങ് ദ നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് സ്റ്റേ ഇൻ ഇന്ത്യ, ഡേ ഓഫ് എൻട്രി ടു ഇന്ത്യ ആൻഡ് ഡേ ഓഫ് എക്സിറ്റ് ഫ്രം ഇന്ത്യ ഷുഡ് ബി ഇൻക്ലൂഡഡ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമ്മൾ ഇത്ര ദിവസം ഉണ്ടായിരുന്നോ ഇല്ലെന്നൊക്കെ കണക്കാക്കണമല്ലോ. ഇതിൽ 60ഉം 182 ഒക്കെ കണക്കാക്കണമെങ്കിൽ അയാൾ ഇന്ത്യയിലേക്ക് വരുന്ന ആ ദിവസവും ഇന്ത്യയിൽ നിന്ന് പോകുന്ന ദിവസവും ഈ കണക്കാക്കുമ്പോൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ യാതൊരു കൺഫ്യൂഷനും വേണ്ട, എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കുക. വരുന്ന ദിവസവും പോകുന്ന ദിവസവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഈ 182 60 അല്ലെങ്കിൽ 7 ഇയേഴ്സിൽ എത്ര ദിവസം വന്നു എന്നൊക്കെ പറയുന്നതിന് ഈ 2 ഡേയ്സ് എൻട്രി ആൻഡ് എക്സിറ്റ് അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം.
അപ്പോൾ ഇത്രയാണ് ഈ ഒരു കാര്യത്തിൽ പഠിക്കാനുള്ളത്. മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ബേസിൽ മാത്രമാണ് ഒരാൾ ടാക്സ് പേ ചെയ്യേണ്ടത്. ടാക്സ് പേ ചെയ്യണമെങ്കിൽ അയാൾ ആദ്യം ഏത് കാറ്റഗറിയിൽ പെടുന്നുള്ളത് നോക്കുക. 3 കാറ്റഗറിയാണ് ഉള്ളത്. റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, മൂന്നാമത്തെ കേസ് നോൺ റെസിഡൻറ്റ്. ഇനി അതിൻ്റെ 2 കണ്ടീഷൻ എന്ന് പറയുന്നത് കാറ്റഗറി എയും ബിയും ഉണ്ട്. ആ കാറ്റഗറി എയിൽ പറയുന്നത് ബേസിക് കണ്ടീഷൻസ് ആണ്. 2 ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്ന് റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കേസ് റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ് അയാൾ ഉണ്ടായുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് തൊട്ട് മുന്നത്തെ 4 ഇയേഴ്സും കൂടി നമ്മൾ നോക്കുക. 4 ഇയറിൽ 365 അതിൽ കൂടുതലുണ്ടോ എന്നുള്ളത് നോക്കുക. ഇതാണ് ബേസിക് കണ്ടീഷൻ. രണ്ടാമത് പറയുന്നത് 2 അഡീഷണൽ കണ്ടീഷൻസ് ആണ്. ആ 2 അഡീഷണൽ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അതിൽ ഹി ഹാസ് ബീൻ റെസിഡൻറ്റ് 10ൽ റെലവൻറ്റ് പീരീഡ് എന്താണോ അതിൻ്റെ തൊട്ട് മുന്നുള്ള 10 വർഷത്തിൽ 2 വർഷവും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ നോക്കുക. പിന്നെ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൻ്റെ